ടൈറ്റിലിന്റെ ഒരു അതിപ്രസരമായിട്ട് പോലെ തോന്നി. പിന്നെ ഇത്രയധികം ട്വിസ്റ്റുള്ള ഒരു മലയാള സിനിമ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എനിക്കൊരു ദൃശ്യത്തിന്റെ ഒരു ക്ലൈമാക്സ് കിട്ടിയിട്ടുണ്ട്. Jitu Joseph film, what I expected, I get it. പഴയ മീൻ പുതിയ കുപ്പിയിലാക്കിയ ഒരു ഫീൽ ഉണ്ട്. 100 കോടി എക്സ്പെക്ട് ചെയ്യണം. ക്ലൈമാക്സ് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ പിന്നീട് അങ്ങോട്ട് ട്വിസ്റ്റുള്ള ഒരു ആറാട്ടാണ്. ജിത്തു ജോസഫിന്റെ ആ ഒരു സംഭവങ്ങളോ മാനസറോ ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ല പടത്തിൽ. ഫസ്റ്റ് ഹാഫിൽ ഒരു 3-4 ട്വിസ്റ്റ്, സെക്കൻഡ് ഹാഫിൽ 3-4 ട്വിസ്റ്റ്. നമ്മളിവിടെ എല്ലാം പ്രിഡിക്റ്റ് ചെയ്യുന്ന ട്വിസ്റ്റ് ആയിരുന്നു. ഒരു പുതുമയില്ല, എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. കൊള്ളാം, നല്ല പടം, നല്ല സസ്പെൻസ്. എങ്ങനെയുണ്ട്? പക്ക നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രെഡിക്റ്റബിൾ ആണോ? ഭാഗത്തോളം പറ്റും, പക്ഷെ ക്ലൈമാക്സ് ഒരു മുണ്ടങ്ങ് എടുത്തിട്ട് അത് സൂപ്പർ ആയിട്ട് ഇഷ്ടം. അത് ആർക്കും പെട്ടെന്ന് അത്രയ്ക്ക് ബുദ്ധിയുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കും. ഞെട്ടിത്തരിക്കുമോ? സൂപ്പർ. എനിക്കൊരു ദൃശ്യത്തിന്റെ ഒരു ക്ലൈമാക്സ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ആസിഫലി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇഴഞ്ഞാ പോയല്ലേ? അല്ലാതെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ അങ്ങ് മാനേജ് ചെയ്ത് പോകും. കൊള്ളാം പടം. ക്ലൈമാക്സ് സൂപ്പർ ആയിട്ടുണ്ട്. ആവറേജ് മൂവി. നമ്മള് ജിത്തു ജോസഫ് പടം പ്രതീക്ഷ ഉണ്ടല്ലോ. പിന്നെ ട്വിസ്റ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാ ഷോർട്സിനും ട്വിസ്റ്റ് ഉണ്ട്, എല്ലാ സീൻസിനും ട്വിസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും തന്നെ നമുക്കെല്ലാം വർക്കാവാത്ത സാധനങ്ങളാണ്. ഇപ്പം ക്ലൈമാക്സ് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കും ഇത്രയേ ഉള്ളൂ വില്ലനെ കൊല്ലേണ്ടത് എന്ന് ചിന്തിക്കും. പക്ഷെ അതറിയാം അത് വേറൊരു കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ. ആസ് യൂഷ്വൽ ആയിട്ടുള്ള എല്ലാ ഇതും തന്നെയാണ്. ജിത്തു ജോസഫിന്റെ മുമ്പിറങ്ങിയ സിനിമകളുടെ സെയിം സാധനങ്ങൾ സാധനം തന്നെയാണ്. അതായത് പണ്ട് പുള്ളി ഡിറ്റക്റ്റീവോ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ അതെ. അതായത് ഷോർട്സ് ഒക്കെ പുതിയതാണ്. അഭിനയത്തിനും ആരെയും കുറ്റമല്ല, എല്ലാവരും പെർഫോമൻസ്. ഇതിലിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി ക്യാരക്ടറിന്റെ അഭിനയം അടിപൊളിയാണ്. പക്ഷേ സ്ക്രീൻ പ്ലേ ആണ്. കാരണം സ്ക്രിപ്റ്റിങ്ങിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ട്. പഴയ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ട സെയിം സാധനങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഒരു സീൻസും ബോറടിക്കുന്നത്. നമ്മൾ സിനിമ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ അങ്ങ് ഇരുന്ന് കാണും. 2.5 മണിക്കൂർ നമ്മളിന്ന് കാണും. അങ്ങനെ ബോറൊന്നും അടിക്കത്തില്ല. വെറേജ് ഒരു ആവറേജ് ഫ്രിക്സ് ആണ് ബ്രോ. ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ പറ്റും. ജിത്തു ജോസഫിന്റെ ആ ഒരു സംഭവങ്ങളോ മാനസറോ ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ല പടത്തിൽ. ജസ്റ്റ് കാണാൻ പറ്റിയ ഒരു പടം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ പേസിലാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് എല്ലാം ജിത്തു ജോസഫിന്റെ എല്ലാ പടം ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ ആ റേഞ്ചിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ട്വിസ്റ്റുകളെല്ലാം ഏറ്റവും പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് എടുത്ത് പറയാൻ മാത്രം അല്ലെങ്കിൽ ഒരു ഗൂസ് ബംസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ലെവലിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ കണ്ടുമടുത്ത സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ ആക്ടിങ് ഒക്കെ പക്കയാണ്. ആസിഫൊക്കെ ആണെങ്കിലും അബ്രാബാദ് എല്ലാവരും വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഴയ മീൻ പുതിയ കുപ്പിയിലാക്കിയ ഒരു ഫീൽ ഉണ്ട്, അത്രേ ഉള്ളൂ. ബ്രോ, ജിത്തു ജോസഫിന്റെ സ്ഥിരം മൂവീസ് പോലെയാണോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്? ജിത്തു ജോസഫിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാ പടത്തിലും കാണുന്ന പോലെ ഈ പടത്തിലും ഉണ്ട്. അത്യാവശ്യം വാരിക്കോരി ഇട്ടിട്ടുണ്ട് ട്വിസ്റ്റ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എഴച്ചിലാണ്. എഴച്ചിലാണ് ഫുള്ളി പടം. പുള്ളിയും പറഞ്ഞിട്ടുണ്ട് എഴച്ചിലില്ലാതെ പുള്ളിയുടെ പടം എഴച്ചിലാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റും. നമ്മൾ പ്രഡിക്റ്റബിൾ ആണ് ഫുള്ളി. എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. ചറവറ ട്വിസ്റ്റ് പടത്തിൽ മൊത്തം ട്വിസ്റ്റ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഇത് അപ്പുറത്ത് അടുത്ത് ഇതാണ് നടക്കാൻ പോകണം, അടുത്ത് ഇതാണ് നടക്കാൻ പോകണം, പ്രഡിക്റ്റബിൾ ആണ്. നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്ത് പോവുക. ന്യൂലി ഓഡിയൻസിന് എങ്ങനെയായിരിക്കും അറിയത്തില്ല. ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. ജിത്തു ജോസഫ് ടച്ച് എല്ലാം ഉണ്ട്. ഒരു പുതുമയില്ല, എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. എങ്ങനെയുണ്ട്? നല്ല പടാ. എങ്ങനെയുണ്ട്? ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ട്വിസ്റ്റ് നല്ല ട്വിസ്റ്റാ. പ്രെഡിക്റ്റബിൾ ആണോ അതോ? പ്രെഡിക്റ്റബിൾ ഒരു ഫസ്റ്റ് ഹാഫ് വരെ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ ലാസ്റ്റ് കൊണ്ടിട്ട് ചേഞ്ച് ഉണ്ട്. കുഴപ്പമില്ല, ആവറേജ് ഫീലാണ്. ട്വിസ്റ്റ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു 3-4 ട്വിസ്റ്റ്, സെക്കൻഡ് ഹാഫിൽ 3-4 ട്വിസ്റ്റ്. നമ്മളിവിടെ എല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്ന ട്വിസ്റ്റായിരുന്നു. അല്ല, നമ്മൾ പുതിയതായിട്ട് വെറൈറ്റി ആയിട്ട് ഒന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് പഴയ ഇഴച്ചിലായിരുന്നു. ഇത് ഹിന്ദി എന്ന സബ്ജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദിയിൽ എടുത്താൽ മതിയായിരുന്നു. ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അല്ലാതെ പുതുമയായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എഴച്ചിലാണ്. സ്റ്റോറി സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന്. ഫസ്റ്റ് ഹാഫ് നല്ല എഴച്ചിലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇത്തിരി കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ പടം നല്ല സ്പീഡായിരുന്നു. ഈ പടം നല്ല രീതിക്കായിരുന്നു. ക്ലൈമാക്സ് കുഴപ്പമില്ല. ഒരു വട്ടം കണ്ടിരിക്കാൻ വേണ്ടി ഒരു വട്ടം കണ്ടിരിക്കാം. കുഴപ്പമില്ല. ജിത്തു ജോസഫിന്റെ ഒരു വട്ടം കണ്ടിരിക്കും. സൂപ്പറാണ് എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫിന്റെ ഒരു ബെഞ്ച് മാർക്ക് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അങ്ങേറ്റ് തിയേറ്ററിൽ. പക്ഷേ ആദ്യത്തെ ഷോ ആണ്, ആള് കുറവായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഇനി ജനം ഏറ്റെടുക്കുക. അത്രയ്ക്ക് നല്ലൊരു ത്രില്ലറാണ്. അദ്ദേഹത്തെ ദൃശ്യം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ത്രില്ലർ എന്ന് പറയുന്നത് ഡെവിലിനെ മെമ്മറീസിനെക്കാട്ടിയും ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ട്വിസ്റ്റ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തെന്ന് തോന്നും. അപ്പോൾ അത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ അവർ ക്ലാരിഫൈ ചെയ്യും. അതിലെന്താണ് ആ സംഭവം എന്നുള്ള ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ യാതൊരു പുകമറയില്ലാതെ നമുക്ക് പുറത്തിറങ്ങി
വരാം. സ്റ്റാർട്ട് ടു എൻഡ് തിയേറ്ററിൽ പിടിച്ചിരുത്തും. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്തും. ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ കുറേ ഭാഗം കഥയിലോട്ട് നമ്മുടെ അതിൻ്റെ ഒരു ക്യാരിയിങ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതിലോട്ട് എത്തിപ്പെടുന്നത് വരെ ഒരു ചെറുതായിട്ടുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ സിനിമ അങ്ങ് ഒഴുക്കും. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ ട്വിസ്റ്റിൻ്റെ ഒരു ഒഴുക്കെന്ന് തന്നെ സിനിമ അങ്ങ് ഒരു തിയേറ്റർ കത്തുമെന്ന് പറയുന്ന പോലെ അമ്മാതിരി ഒരു ഹൈപ്പിൽ അങ്ങ് സിനിമ പോകും. പിന്നെ അവസാനം അത്രയ്ക്ക് ഹൈപ്പിലാണ് സിനിമ കൊണ്ട് നിർത്തുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് ഈ സിനിമയുടെ ഒടുക്കം. ത്രില്ലർ പ്രൈമിൽ അതിൽ ഇത്രയധികം ട്വിസ്റ്റുള്ള ഒരു മലയാള സിനിമ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്ക് It was really exciting. Until the last, it was really exciting. Climax Thailand was Climax, it was unbelievable. Thailand was awesome. It was really awesome actually. Jittu Joseph film, what I expected, I get it. Yes. You expected, you did it. Yes, of course. It was very nice until the last. മിറാജ് എനിക്ക് ഓവറോൾ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ തുടങ്ങി ആ ഒരു പ്ലോട്ടെല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു മിസ്റ്ററി ആ ഒരു സംഭവം ജോണറിൽ തന്നെയാണ് സിനിമ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയ രീതിയിലൊരു വലിച്ചിലും കാര്യങ്ങളൊക്കെ ഒരു അനുഭവപ്പെട്ടു. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്ക് പ്രത്യേകിച്ച് അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു എഴച്ചിലോ അല്ലെങ്കിൽ നമുക്കൊരു ഓക്കെ കുറേ കൂടെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് എടുക്കാമായിരുന്നു എന്ന രീതിയിൽ തോന്നി. ട്വിസ്റ്റ് മീൻസ് ഓരോ നമുക്കറിയാം ഇതുവരെ കണ്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം അഡീഷണൽ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കുരുക്ക് കഴിച്ചെടുക്കുന്നതല്ല, ഒരു കുരുക്ക് കഴിക്കുമ്പോഴത്തേക്കാണ് അപ്പുറത്ത് 2 കുരുക്ക് വീണ്ടും ഉള്ള അങ്ങനത്തെ ഒരു ഫീല്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ട്വിസ്റ്റിൻ്റെ ഒരു അതിപ്രസരമായിട്ട് പോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് നമുക്ക് പുതുമയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പുതുമ അതെ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ക്ലൈമാക്സ് എൻഡ് പഞ്ച് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ട്വിസ്റ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച്. അത് അപ്പോഴത്തേക്ക് ആ ഒരു ഹൈ മൊമെന്റ് കിട്ടി. അപ്പോൾ പുതുമയെന്ന് പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അപ്പം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇപ്പം ചിലരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ എന്താണോ നമ്മളൊരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ, ഇന്ന ആളുടെ ഭാഗത്തു നിന്ന് ഇന്ന ആളുടെ ഇങ്ങനത്തെ രീതിയിൽ വരവത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു മാറി ചിന്തിക്കുന്ന രീതിയിൽ ക്ലൈമാക്സ് എന്നാലും അപർണ ബാലമുരളി അങ്ങ് പൊളിച്ചെടുക്കില്ല. ക്ലൈമാക്സ് അതാ ഞാൻ പറഞ്ഞത്. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് നല്ല രീതിയിൽ ഒരു ഹൈ മൊമെന്റ് കിട്ടുന്ന രീതിയിൽ. കാരണം അതുവരെ നമ്മൾ ചിരിച്ചും കളിച്ചിരുന്നത് ടിസ്റ്റ് കണ്ടു നമ്മളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ആ ഒരു എൻഡ് പഞ്ച് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കരിയറിലെ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. 100 കോടി എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ജിത്തു ജോസഫിന്റെ ഒരു ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളും കാണാൻ പറ്റി. ഒരുപാട് ട്വിസ്റ്റായി പോയെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് സ്റ്റോറി ബേസ് കൊള്ളാം. നല്ല ട്വിസ്റ്റൊക്കെ നമുക്ക് കൺവിൻസ് ആവുന്നുണ്ട്. ലാസ്റ്റ് ആസിഫ് അലി അപർണ ബാലമുരളി വേറൊരു ടൈപ്പ് സംഭവം നമുക്ക് സിനിമയിലൂടെ കാണാൻ പറ്റി. എല്ലാവരും വന്ന് സിനിമ കാണണം. ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാന്നൊക്കെ പറയുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല ഫാസ്റ്റിലല്ലേ പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വൺ ടൈം ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണും. സിനിമ വിചാരിച്ച പോലെ അല്ലായിരുന്നു, വേറൊരു ടൈപ്പ് കഥയായിരുന്നു. കോമഡി അല്ല ട്വിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ട്വിസ്റ്റ് കൊള്ളാം. ലോട്ട് ഓഫ് ട്വിസ്റ്റ് ആണ്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ല. ആ ട്വിസ്റ്റ് ഒക്കെ നമുക്ക് ആദ്യത്തെ കുറച്ച് സീക്വൻസസ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് വെരി നൈസ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ഫാസ്റ്റ് ആയിട്ടല്ലോ. നല്ലതായിരുന്നു. പെർഫോമൻസ് അപർണയുടെ എങ്ങനെയുണ്ട്? ഗുഡ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അപർണയാണ് ഒരു മെയിൻ ചെയ്യുന്ന പോലെയൊക്കെ. ബാക്കി മൂവി കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രെഡിക്റ്റബിൾ ആയിരുന്നോ? ഇല്ല, എനിക്ക് പ്രഡിക്റ്റബിൾ അല്ല. ഓക്കെ. ബാക്കി ദൃശ്യം മെമ്മറീസ് ആ ഒരു മോഡലാണോ? അങ്ങനല്ല, പക്ഷെ കൊള്ളാം. അത്രയും ഇല്ലെങ്കിലും കൊള്ളാം. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വെറൈറ്റി അല്ല, ഒരു വുമനെ മുൻനിർത്തി ചെയ്തേക്കുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അത്രയും അങ്ങനെ ട്വിസ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ല, പക്ഷേ എന്നാലും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഒരു ഡീസൻറ്റ് ത്രില്ലർ പോയിട്ട് കുറച്ച് സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളൊരു പടമാണ്. ട്വിസ്റ്റ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആണോ? ചിലത് പ്രെഡിക്റ്റബിൾ ആണ്, ചിലത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് കുറച്ച് ഹൈ തന്നു, ഒരു ഹൈ മൊമെന്റ് ആയിരുന്നു. തിയേറ്ററിൽ നമ്മളെ മുൾമുനയിൽ നിർത്തുന്നുണ്ടോ? നന്നായിട്ട്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് ഒരു ജിത്തു ജോസഫ് പടത്തെ ആദ്യം ഒരു സ്ലോ പേസ് സംഭവം കാണും, അതിൽ തന്നെയാണ് സ്ലോ പേസ് പോയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുവച്ച് ഹൈ ആക്കി. ഇത്രയും സിനിമ നന്നായിട്ടുണ്ട്. ആസിഫ് അലിയുടെ പെർഫോമൻസ് വളരെ വളരെ നന്നായിരുന്നു. സസ്പെൻസ് നിറഞ്ഞ സിനിമയാണ്, ഒത്തിരി സസ്പെൻസാണ്. ഇതുവരെ ഇറങ്ങാത്ത സിനിമയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട് തീർച്ചയായിട്ടും. ഒരു
വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപശ്ചാത്തലത്തിലൂടെയൊക്കെ പോകുന്നൊരു കഥയാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇത് ഇങ്ങനെയാണെന്ന്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും അപ്പുറം നൈസായിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എല്ലാവരും നല്ലൊരു പെർഫോം ചെയ്യുന്നുണ്ട്. അപർണയുടെ പെർഫോമൻസ് സൂപ്പറാണ്. നമ്മൾ ആ കഥയോടൊപ്പം പോകുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ക്ലൈമാക്സ് അങ്ങനെ ട്വിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു അത്. നമ്മൾ വേറെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ക്ലൈമാക്സ് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ബെറ്റർ ആയിട്ടുണ്ട്. ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ ഓഫ് ട്വിസ്റ്റ്. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ക്ലൈമാക്സ് ഇല്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജിത്തു ജോസഫിന്റെ ഇതുവരെ ഇറങ്ങിയതിൽ ഒരു വെറൈറ്റി സിനിമയാണോ അതോ? വെറൈറ്റി എന്ന് പറയുമ്പം എനിക്ക് ജിത്തു ജോസഫിന്റെ ആ ഒരു സെയിം ഇത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത്. ഓവറോൾ ഗുഡ്. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആസിഫലിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയില്ല, സൂപ്പർ. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തില്ലല്ലോ. ക്ലൈമാക്സ് ട്വിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്തില്ല. എക്സ്പെക്ട് ചെയ്ത് വന്നതിനെക്കാട്ടിലും കൂടുതലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓവറോൾ എന്താ പറയുക? ഓവറോൾ അടിപൊളി പടം. എല്ലാവരും